when there was the Spirit of the Lord, the glory of God in my family, there was joy in the family. ഒരു കാലത്തെ ആത്മാവിന്റെ അനുഭവം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഭവനത്തിൽ സന്തോഷം അതെ തിരതള്ളിയിരുന്നു. Today we read the history of our forefathers saying that our fathers carried the glory of God. Question today is, what about you? What about me today? ആമേൻ. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണെന്നറിയാമോ? അയ്യോ, ഞങ്ങളുടെ അപ്പന്മാര് ഒന്നാമത്തെ പെന്തക്കോസ്തുകാര് ദൈവമക്കള് അവരെല്ലാം ദൈവത്തിന്റെ തേജസ് സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇന്ന് എന്റെ ചോദ്യം, ഈ അനുഭവം നമ്മിൽ എന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. Can we become people who will pray, Lord, restore your glory back to your body, which is me and my brothers and my sisters in the whole body of Christ all across the globe? ആമേൻ. ഞാനെന്ന ഈ എന്റെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ഈ ദൈവാലയത്തിലേക്ക് കർത്താവേ, ഇനി എന്ന് അങ്ങയുടെ തേജസ്, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ഈ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ചോദിക്കാൻ കഴിയുന്ന എത്ര പ്രവാചകന്മാർ, പ്രവാചകികൾ ഈ പകൽക്കാലം ഈ സെമിനാറിൽ സംബന്ധിക്കുന്നു. Lord, will you restore your glory back to my life, Lord? കർത്താവേ, ഇന്ന് പകൽ അങ്ങ് എന്റെ ജീവിതത്തിലേക്ക് എന്നിൽ നഷ്ടപ്പെട്ടു പോയ ആ ആത്മ സാന്നിധ്യത്തെ മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let's come to book of Haggai chapter 2. നമുക്ക് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഹഗ്ഗായി 2-ാം അധ്യായം. See what the Spirit of the Lord says about God's glory. ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? Chapter 2 verse 9. 6. Chapter 2 verse 6. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. For thus says the Lord of hosts, once more I will shake heaven and earth, the sea and the dry land. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. And I will shake all nations, that they shall come to the desire of all nations, and I will fill this temple with the glory, says the Lord of hosts. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെട്ടു വരികയും ചെയ്യും. Oh, beloved, we are living in this season right now. ഇന്ന് നമ്മളായിരിക്കുന്ന കാലം എന്ന് പറയുന്നത്, this is the season, the present season is written there. ആമേൻ. നമ്മളായിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് ഹഗ്ഗായി 2:7 പറഞ്ഞിരിക്കുന്നത്. We find what is happening in Syria and Iraq. ഇറാഖിലും സിറിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. People are being killed numerously. ആമേൻ. അനേക ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Northern side of the globe is being shaken. ആമേൻ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. Southern side is being shaken. നമുക്കറിയാം, വടക്കൻ ഭാഗങ്ങളും തെക്കൻ ഭാഗങ്ങളും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. Earthquakes after earthquakes. ഒരു ഭൂകമ്പം കഴിയുമ്പോൾ മറ്റൊരു ഭൂകമ്പം. And things are beyond the control. നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറമായിട്ട് കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരു കാലം. Why it is beyond our control? ആമേൻ. ഇന്ന് എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നത്? It is not done by a prime minister or a president of a nation. ആമേൻ. ഏതെങ്കിലും ഒരു പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ മിടുക്കുകൊണ്ടല്ല. But the shaking is done by the Lord God Almighty. ആമേൻ. ഈ ഇളക്കമൊക്കെ സംഭവിക്കുന്നത്, അതിന്റെ കാരണമെന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ആമേൻ സകല ജാതികളെയും ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. Why he is shaking? What is shaking? ആമേൻ. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് ഇളകുന്നെന്ന് ചോദിച്ചാൽ അവൻ കുലുക്കുന്നത് കൊണ്ട് ഇളകുന്നു എന്ന് പറയാം. Why is he doing what he is doing? അവൻ ഈ ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നെന്ന് ചോദിക്കുക. He wants to reveal something that which was hidden for several centuries. ആമേൻ. അനേക നൂറ്റാണ്ടുകൾ മറഞ്ഞിരുന്ന ഏതൊന്നിനെയോ വെളിപ്പെടുത്തുവാൻ വേണ്ടി അത്രേ അവൻ ഇന്ന് പകൽക്കാലം ഈ കുലുക്കമെല്ലാം കുലുക്കുന്നത്. Verse number 6 says, for thus says the Lord of hosts, once more I will shake the heaven and the earth and the sea and the dry land, and I will shake all nations, and all shall come
to the desire of all nations. ആമേൻ. ഹഗ്ഗായി 2:6 വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. The desire of all nations. ആമേൻ. സകല ലോകത്തിന്റെയും ആഗ്രഹമായവൻ. Desire of all nations. സകല ജാതികളുടെയും ആഗ്രഹം. Repeat after me. Desire of all nations. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സകല ജാതികളുടെയും. ഉറക്കെ പറ. ആമേൻ. മനോഹര വസ്തു. Come on, repeat after me. The desire of all the nations. ആമേൻ. സകല ജാതികളുടെയും മനോഹര വസ്തു. What is the desire of all the nations? ആമേൻ. ഇന്ന് പകൽക്കാലം എല്ലാവരും ചേർന്ന് പറയണം. ആമേൻ. എന്താ ഈ സകല ജാതിയുടെ മനോഹര വസ്തു എന്ന് പറയുന്നത്? Come on. It's not the gold. It's nor the silver, nor the wealth. ആമേൻ. But Jesus Christ himself. പ്രിയപ്പെട്ടവരെ, സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്നത് പൊന്നോ വെള്ളിയോ രത്നമോ ആ സമ്പത്തോ അല്ല, യേശു ക്രിസ്തുവാണ് ഈ സകല ജാതികളുടെയും ആഗ്രഹിക്കത്തക്ക വസ്തു. Philippians chapter 4 chapter 2 verse 9 says that at the name of Jesus every knee shall bow and every tongue shall say that Jesus Christ is the Lord. ഫിലിപ്പിയർ 2:9 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, അവന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും അവൻ കർത്താവാകുന്നുവെന്ന്. വിശ്വസിക്കുന്നവർ മാത്രമല്ല ആമേൻ പറ. If you believe so, say amen. Come on. Hallelujah. 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 Shall we shout hallelujah? Come on. Hallelujah. 2 times. ആമേൻ. ഒന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. Hallelujah. 2 times. 2 more times. Hallelujah. 2 more times. Hallelujah. 2 more times. Hallelujah. The desire of the nations are yet going to be revealed. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. സകല ജാതികളുടെയും മനോഹര വസ്തുവായവൻ വെളിപ്പെടാൻ പോകുന്നു. There is shaking. നമുക്കറിയാം, ലോകത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ നോക്കിക്കേ, അവിടെ വലിയ കുലുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. In the western part there is shaking. ആമേൻ. പാശ്ചാത്യ പടിഞ്ഞാറൻ പ്രദേശത്ത് നോക്കിക്കേ, അവിടെ കുലുങ്ങുന്നു. There in the eastern part there is shaking. ആമേൻ. ഇന്ത്യ, അതെ ജപ്പാൻ, അങ്ങനെയുള്ള ഭാഗങ്ങൾ, കൊറിയ, അവിടെയൊക്കെ കിഴക്കൻ ഭാഗങ്ങൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. And the northern part is shaking. അതുപോലെ തന്നെ നമുക്കറിയാം, ഭൂമിയുടെ വടക്കൻ ഭാഗങ്ങൾ കുലുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Globally we find or experience a shaking season right now. ഇപ്പോ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഏതോ ഒരു കുലുക്കം നമുക്കെല്ലാം അനുഭവിക്കാൻ കഴിയും. It's not done by a prime minister of a country, but it is done by the King of Kings and the Lord of Lords. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി മൂലമല്ല ഇവിടെ കുലുക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ കുലുക്കുന്നത് ആരാണെന്ന് അറിയാമോ? അവന്റെ പേര് രാജാതി രാജാവും കർത്താതി കർത്താവും എന്നത്രേ. Why is he doing what is he doing? What is doing? ആമേൻ. ഇന്ന് പകൽക്കാലം അവൻ ഈ കുലുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവൻ കുലുക്കുന്നത്? He is preparing the platform to bring and reveal the desire of all the nations. സകല ജനത്തിന്റെയും ആരാധ്യ വസ്തുവായിരുന്ന അവൻ ആഗ്രഹ വിഷയമായിരിക്കുന്നവൻ, അവൻ വെളിപ്പെടാൻ വേണ്ടിയാ ഇന്ന് പകൽക്കാലം അവൻ ലോകത്തെ മുഴുവനും കുലുക്കുന്നത്. Let's read the same verse, book of Haggai, chapter 6, chapter 2, verse 7. നമുക്ക് ഇനി ഹഗ്ഗായി 2:7 വാക്യം വായിച്ചു നോക്കാം. അതേ വാക്യം നമുക്ക് വായിക്കാം.
And I will shake all nations, and they shall come to the desire of all nations. And I will fill this temple with the glory, says the Lord of hosts. അവിടെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു അല്ലെങ്കിൽ ആഗ്രഹിക്കത്തക്ക വസ്തു വരികയും ചെയ്യും. And again, and I will fill this temple with glory. അടുത്തത്, ഞാൻ ഈ ആലയത്തെ വീണ്ടും മഹത്വപൂർണമുള്ളതാക്കി തീർക്കുമെന്ന്. I will fill this temple with glory. ഞാൻ എന്റെ മഹത്വത്താൽ ഇതിനെ നിറയ്ക്കും. Yes, glory. Repeat after me. Glory of God. എല്ലാവരും ഒന്ന് പറയണം. ചില പദങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഏറ്റു പറയണം. നമ്മളെല്ലാവരും പറയണം, അവന്റെ മഹത്വം. Glory of God. ദൈവ മഹത്വം. Come on, repeat after me. Glory of God. ദൈവ മഹത്വം. Glory of God. Glory of God. Hallelujah. Now he is shaking. ഇവനിപ്പോ കുലുക്കിക്കൊണ്ടിരിക്കുകയാ. Why is he shaking? എന്തുകൊണ്ടാ അവൻ കുലുക്കുന്നത്? To fill, ആമേൻ, നിറയ്ക്കാൻ the temple with God's glory. ഈ കുലുക്കമെല്ലാം എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ആലയത്തെ തന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുവാനാണ്.